ഡു യു ഗൈസ് ബിലീവ് ഇൻ മാനിഫെസ്റ്റേഷൻ? എന്നാൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിട്ട് 6 വർഷമായി. ഒന്നാമത് എനിക്ക് നഴ്സിംഗ് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 4th ഇയർ ഒക്കെ ആയപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതല്ലാതെ നമ്മുടെ വിഷയം. ആ ലോങ് 4 ഇയർ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പോയത് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാനൊന്നുമല്ല. പിന്നെ IELTS കോച്ചിങ്ങിനായിരുന്നു. കൂടെ ഒരു ഗ്രാജുവേഷൻ കോഴ്സും ചെയ്തു. കോവിഡ് കൊറോണ എന്നൊക്കെ പറഞ്ഞ IELTS എക്സാം ഒരു തീരുമാനമായി. സെൻറ്ററൊക്കെ ക്ലോസ് ആയിരുന്നു. അപ്പം പിന്നെ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല, പണിക്ക് ഇറങ്ങി തന്നെ. പക്ഷെ ഡ്യൂട്ടിക്കിടയിൽ എനിക്ക് UK പോകണമെന്നായിരുന്നു മൈൻഡിൽ. വീട്ടുകാരവിടെ നിൽക്കട്ടെ, നാട്ടിലെ എല്ലാവർക്കും അറിയാമായിരുന്നു എൻ്റെ ഈ ഡ്രീം. അതുകൊണ്ടാവും ചിലപ്പോൾ ഇത്രയും ടൈം എടുത്തത്. ഇനി നാട്ടിൽ നിന്നാൽ ശരിയാവില്ല എന്ന് കരുതി ഞാൻ സൗദിയിൽ പോയി. ജീവിക്കാൻ പൈസ വേണ്ടേ? അങ്ങനെ അവിടുന്ന് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്ത് എക്സാമൊക്കെ പാസ്സായി. അതോടെ എൻ്റെ കണ്ടകശനി മാറിയെന്ന് കരുതി. പക്ഷെ എവിടുന്ന്? ഞാൻ ജയിച്ചത് അറിഞ്ഞിട്ടാണോ എന്തോ UK റിക്രൂട്ട്മെൻറ്റ് അവിടെ അങ്ങ് നിർത്തിവെച്ച്. ഞാൻ ജയിച്ച കാര്യം പബ്ലിക് അനൗൺസ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പബ്ലിക്കൊക്കെ അഡ്വൈസ്, UK ഇപ്പോൾ എന്തിനാ പോകുന്നത്? നാട് പോലെ ആയിക്കോട്ടപ്പാ, എനിക്കത് മതി. അങ്ങനെ നീണ്ട 12 മാസം, അതായത് 1 വർഷം കഴിഞ്ഞ്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ആ ഡ്രീം വിടാം, ഇത് നടക്കാൻ പോകുന്നില്ലെന്ന്. പുറത്ത് കൂളായിട്ട് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ പറയും അതൊക്കെ ഞാൻ വിട്ട്, ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന്. പക്ഷെ ഡീപ്പ് ഇൻസൈഡ് ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേ ദുആ ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഒരു റിക്രൂട്ട്മെൻറ്റ് ഇല്ലാത്ത ടൈമിലും എനിക്കൊരു കോൾ വന്നു. ഇൻ്റർവ്യൂ കോൾ. ഞാൻ ആരോടും പറഞ്ഞില്ല. അനുഭവം ഗുരു. പിന്നെ വിത്തിൻ 3 months എല്ലാം ശരിയായി. May 12th ഞാൻ ഇവിടെ UKയിലെത്തി. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഡീപ്പായിട്ട് വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായാലും അത് നടക്കും. ഞാൻ തന്നെ അതിന് എക്സാമ്പിൾ. പോവല്ലേ ഒന്നുകൂടെ. പിന്നെ നിങ്ങളത് അച്ചീവ് ചെയ്യുന്നവരെ ഡോണ്ട് ഗിവ് ഇറ്റ് എനി പബ്ലിസിറ്റി. പുറമേ സപ്പോർട്ടീവ് ആയിരിക്കും എല്ലാവരും, പക്ഷെ ഉള്ളിൽ. അപ്പോൾ ബൈ. അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്.